പാർലമെന്റിൽ ബി.ജെ.പി. അംഗങ്ങൾ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തതാണ് ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നാണ് ബി.ജെ.പി. എംപിമാർ രാജ്യസഭയിൽ ഉന്നയിച്ചത്. ജോർജ് സോറോസ് പണം നൽകുന്ന കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയാണെന്നാണ് ബി.ജെ.പി. എംപിമാർ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം. രാജ്യദ്രോഹ കുറ്റത്തിന്റെ കരിനിഴലിൽ സോണിയാഗാന്ധിയെ കൊണ്ടു നിർത്തുന്ന വലിയ ആരോപണമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം. കോൺഗ്രസും OCCRP എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുന്ന സംഘടനയാണ് OCCRP. ഇവർക്ക് ജോർജ് സോറോസ് ഫണ്ട് നൽകി വരുന്നുണ്ട്. OCCRPയുടെ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ OCCRPക്ക് ഫണ്ട് നൽകുന്നതിൽ US സർക്കാരുമുണ്ടെന്നാണ് ആരോപിക്കുന്നത്. അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ US സർക്കാരിലെ ചില നിഗൂഢ ശക്തികൾക്കും പങ്കുണ്ടെന്നാണ് ഈ ആരോപണം. ഇതോടെയാണ് ജയറാം രമേശും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിറളി പൂണ്ടത്. സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ബി.ജെ.പിയെ അനുവദിച്ചു എന്നതാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖറിനെ അങ്ങേയറ്റം വെറുപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. ജോർജ് സോറോസ് സോണിയാഗാന്ധി ബന്ധം രാജ്യദ്രോഹപരമായതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന 9ഓളം ബി.ജെ.പി. എംപിമാരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ജഗ്ദീപ് ധൻഖർ എന്നോർക്കണം. അതല്ല, ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ്, സോണിയയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉയർത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. സോണിയ ചോദ്യം ചെയ്യുന്നതിനപ്പുറമുള്ള വ്യക്തിയാണോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. സഭയിൽ ബി.ജെ.പി. എംപിമാർ സോണിയക്കെതിരെ ആരോപണം ഉയർത്തിയത് തെളിവുകൾ സഹിതം നിരത്തിയാണ്. എന്നാൽ എന്തോ വലിയ അലിഖിതമായ ഒരു നിയമം ബി.ജെ.പി. എംപിമാർ ലംഘിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. രാജ്യസഭയിൽ ബി.ജെ.പി. എംപി സാംബിത് പാത്ര ലോക കോടീശ്വരനും കടുത്ത ഭാരത വിരുദ്ധനുമായ ജോർജ് സോറോസുമായി രാഹുലിനുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയത്. സോറോസ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന അന്വേഷണാത്മക മാധ്യമ സ്ഥാപനം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അതേപടി ഏറ്റെടുത്ത് രാഹുൽ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ചു പോരുകയായിരുന്നു. ഇക്കാര്യം മുൻനിർത്തി രാജ്യത്തെ വൻ ഒറ്റുകാരൻ എന്നാണ് സാംബിത് പാത്ര രാഹുലിനെ വിശേഷിപ്പിച്ചത്. മെഡിക്കൽ ഡോക്ടറായ പാത്ര ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കോൺഗ്രസിനെതിരെ രാജ്യസഭയിൽ നടത്തിയത്.